ഹായ് കൂട്ടുകാരെ. അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്. എന്താണെന്നറിയത്തില്ല, എൻ്റെ വിഷമവും സങ്കടവും എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മനസ്സിലുള്ളൊരു അസുഖം നമുക്കത് നമ്മുടെ ശരീരത്തിന് പുറത്ത് അസുഖം വന്നാൽ നമുക്കത് മാറും. പക്ഷെ മനസ്സിനകത്തൊരു ഇത് വന്നാൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. കാരണം അതിങ്ങനെ കിടന്ന് ഇങ്ങനെ തിളച്ച് മറിയും പോലെ, അരി തിളച്ച് മറിയും പോലെ നമ്മുടെ മനസ്സ് കിടന്ന് തിളച്ച് മറിയും. സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനലിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടൊക്കെ തുറന്നു പറയാൻ വന്നത്. എനിക്കിതിനു മുമ്പ് യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരെ പോലെ ഞാനും ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചാനലിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുക്കിങ്ങും എൻ്റെ റീൽസും അതൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഷെയർ ചാറ്റിലെ വീഡിയോസൊക്കെ കണ്ട് മറ്റുള്ളവരിടുന്ന കണ്ടിട്ടാണ് ഞാനും അതെടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല റീച്ചൊക്കെ കിട്ടിയതായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് കോപ്പി റൈറ്റ് അടിച്ച് മൊത്തം അത് മാറ്റണമെന്ന് പറഞ്ഞു യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തോന്നും. അപ്പം ഞാൻ പിന്നെ ഷെയർ ചാറ്റിലെ ഒരൊറ്റ വീഡിയോ വാട്സപ്പിൽ പോലും ഞാൻ സ്റ്റാറ്റസ് ഇടാൻ അത് ഉപയോഗിക്കത്തില്ല. ആ ഒരു രീതിയിൽ ഞാൻ എടുത്ത് പിന്നെ എൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ ഫുള്ള് ഇട്ടുകൊണ്ടിരുന്നത്. ഒരൊറ്റ വീഡിയോ ഞാൻ കുത്തിയിരുന്നത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുത്തിട്ട് കുറേ വീഡിയോ ഞാൻ ഒരുപാട് ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒത്തിരി വീഡിയോസ് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ വാച്ചോറിൻ്റെ അടുത്ത് തൊട്ടില്ല എന്ന് പറഞ്ഞ് മോണിയാവാറായ ഒരു വീഡിയോസ് ആയിരുന്നു. പക്ഷേ അതെന്തോ കൊണ്ട് ഞാൻ എല്ലാം മൊത്തം അത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നേന്ന് പച്ച പിടിച്ച് വന്നതുപോലെ വരുമായിരുന്നു. ആ ഇടയ്ക്കാണ് എൻ്റെ കഷ്ടകാലം പിടിക്കുന്ന ഏതോ ഒരു സമയത്ത്, ഏതോ ഒരു നേരത്ത് എൻ്റെ കഷ്ടകാലം എന്ന് വെച്ചാൽ എൻ്റെ തലയ്ക്ക് മീതെ എൻ്റെ കഷ്ടകാലം വന്ന് നിന്ന ഒരു സമയത്ത് ഇതിനെപ്പറ്റി ആരോടും എനിക്ക് ചോദിക്കാനോ പറയാനോ ഇല്ല. ആരും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഷോർട്ട് വീഡിയോ എനിക്കറിയാന്നുള്ള ഒരുപാട് കൂട്ടുകാർ ഈ ദൈവങ്ങളുടെ ഒത്തിരി വീഡിയോസ് എടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ലൈവൊക്കെ ഇടത്തില്ലേ, നമ്മൾ ലൈവ് ഇടുന്ന ആ സ്ഥലത്ത് നമുക്കൊരു സ്റ്റാർ ബട്ടൺ കാണും. സ്റ്റാർ ബട്ടൺ കാണുമ്പോൾ നമ്മൾ അതിൽ നോക്കുമ്പം അതിനകത്ത് കുറച്ച് ദൈവങ്ങളുടെ ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ ഈ യൂട്യൂബിൽ ഷോർട്ട് പാട്ടൊക്കെ കിട്ടുമ്പോഴത്തേക്ക് വ്യക്തിഗാനങ്ങളുടെ പാട്ട് കിട്ടുമ്പോഴത്തേക്ക് ഷെയർ ചാറ്റിൽ പോകണ്ട, അതിൽ ദൈവങ്ങളുടെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അങ്ങനെ കുറേ ദൈവങ്ങളെ കാണുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് അത് കുത്തിയെടുത്ത്, അപ്പം ഞാൻ മനസ്സിലായത് ഷെയർ ചാറ്റല്ലല്ലോ, എല്ലാവരും ഇടുന്നതല്ലേ എന്ന ഇതിൽ ഞാനും എടുത്തിട്ട് അപ്പോൾ എനിക്ക് ആവശ്യത്തിന് അതിൽ നന്നായിട്ട് റീച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിതങ്ങ് ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. എനിക്കും ഈ ദൈവങ്ങളുടെ ഭക്തിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനും അങ്ങ് ഇട്ടു. ഞാൻ നോക്കുമ്പോൾ ഞാൻ വാട്സപ്പ് ഷെയർ ചാറ്റ് അല്ലല്ലോ എന്നുള്ള ഇതാണ് ഞാൻ കാണിച്ചത്. പക്ഷേ എൻ്റെ കൂട്ടുകാരെ, ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ വാച്ചോർ നോക്കും. ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ എനിക്ക് അത് ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ചെന്ന് വാച്ചോർ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ സത്യം പറയണ മൊത്തം പോയിട്ട് രണ്ടാമത് 700 കിടന്ന, എല്ലാം 3000 എത്തേണ്ട തൊട്ടില്ല എന്ന് പറഞ്ഞ് കിടന്ന എനിക്ക് മൊത്തവും പോയിട്ട് 700 കിട്ടിയപ്പോഴത്തേക്ക് ആ 700 നിന്ന് കരകയറി ഏകദേശം ഒരു 900 എത്താറായി. അതായത് ഇപ്പം ഞാൻ ഇട്ടിരുന്നെങ്കിൽ അതിപ്പോൾ എനിക്കൊരു 1000 കഴിഞ്ഞേനെ. പുതിയതായിട്ട് ഇങ്ങനെ പച്ച പിടിച്ച് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോഴേ അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം, എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ പറയുക. ഈ ഒരു ഇത്രയും വീഡിയോസ് ഇട്ടപ്പോൾ എനിക്ക് വീണ്ടും വാച്ചോറ് കുറഞ്ഞു ഓരോ ദിവസവും ഇങ്ങനെ ആലിപ്പഴം കൊഴിയും പോലെ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും എന്നുള്ളതിന് ഞാൻ മൊത്തവും മാറ്റി. അത് ഒരു ദിവസം കുത്തിയിരുന്ന് ആ വീഡിയോസ് മൊത്തവും ഞാൻ കളഞ്ഞ് എനിക്കിനി ഇത് വേണ്ട എന്നാണ് മൊത്തവും. പക്ഷെ ഇപ്പോഴെന്താ സംഭവം എന്നറിയാവോ, ഇപ്പം ഫുള്ളൊന്ന് ഫുള്ളും കുറഞ്ഞു വരും. എനിക്കിപ്പം മടുത്ത് കൂട്ടുകാരെ, എനിക്ക് യൂട്യൂബ് ചാനൽ മടുത്ത് പോയി. കാരണം 3 വർഷം ഞാൻ ഫുള്ളാക്കിയതാണ്. ഈ 3 വർഷം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആരുടെയും ഒരു സഹായം ഇല്ലാതെ എൻ്റെ മക്കളുമായിട്ടുള്ളതോ അല്ലാതെ എൻ്റെ കുടുംബമായിട്ടുള്ളതോ മറ്റൊരാൾ എന്നെ സഹായിക്കുകയോ എനിക്കൊരു വീഡിയോ എടുത്ത് ആരെങ്കിലും സഹായിച്ചതാണോ അങ്ങനെയല്ല. എൻ്റെ സ്വന്തം കഠിനാധ്വാനം കൊണ്ടിട്ട് ഞാൻ ഇത്രയും ഒരു 3000 വാച്ചോറാക്കി എടുത്ത് എങ്ങനെയൊക്കെയോ ഞാൻ കഷ്ടപ്പെട്ട് ലൈവ് ഇട്ടും റീൽസൊക്കെ ചെയ്തു. എൻ്റെ മക്കളൊക്കെ എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരും. അല്ലാതെ അവർക്ക് വലിയ കാര്യങ്ങൾ, എൻ്റെ മക്കൾക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല, അവർക്ക് അറിയത്തില്ല. അപ്പം ഇത്രയും കഷ്ടപ്പാടിൽ കൂടെ ഒറ്റയ്ക്ക് നേടിയാണ് ഞാൻ ഈ 3 വർഷം നിലനിർത്തി കൊണ്ടുപോയത്. പക്ഷേ എനിക്കിനി പറ്റണില്ല. കാരണം എന്താണെന്ന് പറയാം,
എന്നെക്കാട്ടും താന്നു വന്ന ആൾക്കാരെല്ലാം മോണിയായിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം തന്നെയാണ് ഉള്ളുകൊണ്ട് എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ എനിക്ക് വേറെ ഒന്നുമല്ല കൂട്ടുകാരെ, എനിക്ക് ഓരോ ദിവസവും എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ മടുത്തു പോയി. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, അസുഖങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റീൽസ് എൻ്റെ കുറേ നാൾ ലൈവൊന്നും ഇടാൻ ശ്വാസം മുട്ടൽ കാരണം ഇടാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോസ് മാക്സിമം എങ്ങനെയെങ്കിലും മോണിയാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ഈ കഷ്ടപ്പാടിൽ കൂടെ 2022 തുടങ്ങിയതാണ് എൻ്റെ ചാനൽ. 2022 6 മാസത്തിൽ എപ്പോഴാണ് ഞാൻ ചാനൽ തുടങ്ങി. ഇപ്പോൾ 2026 6 മാസം കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു 3 വർഷം കഴിഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. 3 വർഷം ഫുള്ളും പൂർത്തിയായി. അതുപോലെ ലൈവ് തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി ലൈവ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രത്തെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു ചാനലാണ്. പെട്ടെന്ന് അത് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എനിക്ക് എങ്ങനെ ഇതെനിക്ക് നിങ്ങൾക്ക് കുറയണം. എൻ്റെ മോളോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ ഇതെല്ലാം കുറഞ്ഞു പോകണം, എനിക്ക് അറിഞ്ഞുകൂടാ, ഇതെന്താ സംഭവം ഒന്നും നോക്കുന്നത്. അവൾ പറഞ്ഞു, അമ്മ എനിക്ക് അറിയത്തില്ല ഇതെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോഴെൻ്റെ മനസ്സിൽ ഒരു വീഡിയോസ് ഞാൻ എടുത്തിടാന്ന്. ഇപ്പം സത്യം പറഞ്ഞ് ലോങ് വീഡിയോ ഇട്ടാലും ആരും കാണത്തില്ല, ഷോർട്ട് വീഡിയോ ഇട്ടാലും ആരും കാണത്തില്ല, ലൈവ് ഇട്ടാലും നേരെ ആൾ കാണത്തില്ല. നമ്മൾ മണിക്കൂറോളം ഇരുന്ന് കഴിഞ്ഞാൽ 4 or 5 ലൈക്ക്, അതിൽ കൂടുന്നില്ല. ആൾക്കാരും അതുപോലെ തന്നെ, ആളും കൂടുന്നില്ല, ലൈക്കും ഇല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നുകൊണ്ട് ഹലോ ഹായ്സ് ലൈക്ക് ഇടൂ ഇറങ്ങി. ഇത് പറഞ്ഞ് എനിക്ക് മടുത്ത്. ഇത് കേൾക്കണം അവർക്കും മടുപ്പ്, എൻ്റെ വീട്ടിലിരിക്കണം എൻ്റെ മക്കൾക്കും മടുപ്പ്, എനിക്കും മടുപ്പ് തോന്നി. കാരണം എന്ന് പറയാം, ഇത്രയും ബുദ്ധിമുട്ടി കൂടെ നമ്മൾ പോയിട്ട് നമ്മളെ കൂട്ടുകാരെയൊന്നും മറക്കാതിരിക്കാൻ നമ്മളൊരു ലൈവ് ഇടുമ്പോഴും അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഇടുമ്പോഴും ഒരു മനുഷ്യരില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും ഇങ്ങനെയായി. എന്ത് ചെയ്യട്ടെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തല പുകഞ്ഞ് ഞാൻ ആലോചിക്കുകയാണ്, എന്താ ഈ ചാനലെടുത്ത് കളഞ്ഞാലോ എന്ന്. അപ്പം ഞാൻ മനസ്സിൽ വീണ്ടും ചിന്തിക്കും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ. 3000 സബ്സ്ക്രൈബർ എനിക്ക് കിട്ടിയെങ്കിൽ അതെൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെ ഞാൻ ഇത്രയും നേടിയെടുത്തത്. കാരണം ഒരുപാട് തൊണ്ടയിലെ വെള്ളം വറ്റിച്ചും നെഞ്ചു വേദന കൊണ്ടിട്ട് ഞാൻ ഓരോ അസുഖത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ അസുഖത്തെ ഞാൻ മറച്ചു വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോഴും ഞാൻ ഗുളികയുടെ പുറത്ത് തന്നെയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ എൻ്റെ വാച്ച് വർക്ക് കുറയാൻ കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കൂട്ടുകാരെ. എനിക്ക് പറഞ്ഞു തരാനും എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തോ എനിക്ക് പരിചയത്തിലോ എൻ്റെ നാട്ടിലോ എനിക്ക് ആരുമില്ല. അപ്പോൾ എൻ്റെ ഇതുപോലെ ചാനലുള്ള ആൾക്കാർ എൻ്റെ പരിസരത്തോ നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെ ആൾക്കാരുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഈ ഏരിയയിലൊന്നും അങ്ങനെ ചാനലുള്ള ആൾക്കാരൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അറിയത്തില്ല. അങ്ങനെ സാധാരണയുള്ള ആൾക്കാരൊന്നും അല്ല ഈ ഏരിയയിൽ നാട്ടിലും. പക്ഷെ എനിക്ക് ഉള്ളതെല്ലാം ദൂരമുള്ള കുറേ നല്ല ആൾക്കാരുണ്ട്. എനിക്ക് അറിയത്തില്ല എന്താ സംഭവം. ചിലപ്പം ഒന്നേ ഇത് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ പകുതിയിൽ വെച്ച് നിർത്തും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ചാനൽ തുടങ്ങും. അതാണ് ഞാൻ ഇനി വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ വീഡിയോ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് കണ്ടിട്ട് എന്താണെന്നുള്ളത് കണ്ട് എനിക്ക് മനസ്സിലാക്കി പറഞ്ഞു തരും ദയവ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിലെന്തെങ്കിലും എനിക്ക് പോരായ്മ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് സങ്കടവും വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പ്ലീസ് കേട്ടോ.